Hi dear students, welcome back to Alex E Academy. ഈ ലെക്ചറിൽ CET 309 കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിലെ സെക്കൻഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെ രണ്ട് സ്റ്റേജ്, അതായത് ബാച്ചിങ്ങും മിക്സിങ്ങുമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ, പ്ലേസിങ്, കോമ്പാക്ഷൻ, ക്യൂറിങ്, ഫിനിഷിങ് ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മുടെ വീഡിയോസ് കുറച്ച് ലെങ്തി ആയിട്ട് വരുന്നുണ്ട് എന്ന് എനിക്കറിയാം. ബട്ട് ഈ CTM എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കുന്നത് അത്യാവശ്യം ബൾക്കി ആയിട്ട് തന്നെ പഠിക്കണം. എങ്കിലേ നമുക്ക് എക്സാമിന് വരുമ്പോൾ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു ഹാഫ് പോർഷനെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്യാപ്സ്യൂൾ പരുവത്തിൽ ഈ ഒരു സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെയും പകുതിയായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീരെ മാർക്ക് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിന് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. അത് ഈ ഒരു സബ്ജക്റ്റിന് സ്ഥിരമായിട്ട് വരുന്നൊരു ഇഷ്യൂ ആണ്. നമ്മൾ കുറേ എഴുതിയിട്ടുണ്ടാവും, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ചിലർ ഫെയിലായിട്ടുണ്ടാവും, ചിലർക്ക് ഉദ്ദേശിച്ചതിനേക്കാളും വളരെ കുറഞ്ഞ മാർക്കൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിന് കാരണം ഇതാണ്. ചുമ്മാ നമ്മൾ കുറച്ച് ബ്ലണ്ടർ അല്ലെങ്കിൽ കുറേ കഥ പോലെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. വാലിഡ് പോയിൻറ്റ്സ് നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽഡായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകണം, അത് ഓരോ ടോപ്പിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്തത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് വരുന്നത്. അപ്പോൾ ട്രാൻസ്ഫറിങ് ഓഫ് കോൺക്രീറ്റ് ഫ്രം മിക്സിംഗ് പ്ലാന്റ് ടു കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് നമ്മുടെ മിക്സിംഗ് പ്ലാന്റിൽ നിന്ന് കോൺക്രീറ്റ് എത്തിക്കുന്ന ആ ഒരു സ്റ്റേജാണ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോൺക്രീറ്റ്. The main objective in transporting concrete is to ensure that the water-cement ratio, slump, consistency, air content, homogeneity are not modified from their intended state. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കോൺക്രീറ്റിന് ഒരു പർട്ടിക്കുലർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉണ്ടാവും, ഒരു സ്ലംബ് വാല്യൂ ഉണ്ടാവും, അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാവും, എയർ കണ്ടൻറ്റും ഒരു ഹോമോജിനിറ്റി ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചേഞ്ച് ആവരുത്, അതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ആവരുത്. കോൺക്രീറ്റ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ മിക്സർ ഈസ് റിക്വയർഡ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ദ ഫോംസ് ഫോർ പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റ് ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ പ്ലേസ് ചെയ്യാനുള്ള ഫോംസ്, എവിടെയാണോ കോൺക്രീറ്റ് നമുക്ക് ലേ ചെയ്യാനുള്ളത് അവിടെ നമ്മളൊരു തട്ടടിച്ച് വെച്ചിട്ടുണ്ടാവും, ഫോമൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും, അവിടം വരെ എത്തിക്കണം, ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കണം. This handling may produce segregation and loss of stump if the distance is long. അപ്പോൾ മിക്സ് ചെയ്യുന്നിടത്തുനിന്ന് ഈ ഫോമിലേക്കുള്ള അല്ല പ്ലേസ് ചെയ്യാനുള്ള സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ നമ്മൾ ആ ട്രാവൽ ചെയ്യുന്ന അനുസരിച്ച് കോൺക്രീറ്റ് സെഗ്രിഗേഷനും അതിൻ്റെ സ്ലംബ് വാല്യൂവിൽ ലോസും ഉണ്ടാവും. അപ്പോൾ എന്താണ് ഈ സ്ലംബ് വാല്യൂ, സെഗ്രിഗേഷൻ എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ലെക്ചേഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീണ്ടും ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. The two key goals are to prevent segregation and not to reduce the workability of the mix. അപ്പോൾ നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, സെഗ്രിഗേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണം, വർക്കബിലിറ്റി ഒരുപാട് ലോസ് ആകാതെ നോക്കണം. ഇപ്പോൾ സിമ്പിളായിട്ട് വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈസിനെസ് ടു വർക്കാണ്. ഇപ്പോൾ കോൺക്രീറ്റ് നമ്മൾ അറിയാം, വെള്ളമൊക്കെ ആഡ് ചെയ്ത് ഒരുമാതിരി കുഴാന്നിരിക്കുന്നൊരു സ്റ്റേജിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ വർക്കബിൾ ആണെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഫോമിൽ ഈസിലി പ്ലേസ് ചെയ്ത് കോമ്പാക്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു വർക്കബിലിറ്റി ലോസ് ആവരുത്. എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ട്രാവൽ കൂടുന്നതനുസരിച്ച് കോൺക്രീറ്റ് ചിലപ്പോൾ സെറ്റാകാൻ തുടങ്ങും. അപ്പോൾ സൈഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പഴയ വർക്കബിലിറ്റി, ആ ഒരു ഫ്ലൂയിഡിറ്റി മാറി അത് കുറച്ച് ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അതാണ് വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ. സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ അത് കല്ലും മണ്ണും സിമെൻറ്റും ഒക്കെ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഒരുപാട് നമ്മൾ വണ്ടിയിൽ ഷെയ്ക്ക് ചെയ്ത് കുലുങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ കല്ല് താഴത്തേക്ക് സെറ്റിലായി ഇതിൻ്റെ ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ള സിമെൻറ്റ് വാട്ടർ പേസ്റ്റ് മുകളിലേക്ക് മാറി നിൽക്കും. അപ്പോൾ അതിനെയാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ അവോയ്ഡ് ചെയ്യണം. ദർ ആർ മെനി മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആസ് ഷോൺ ബിലോ. ഫസ്റ്റ് വൺ, വീൽ ബറോ ഓർ മോട്ടറൈസ്ഡ് ബഗ്ഗി. സെക്കൻഡ് വൺ, ട്രക്ക് മിക്സർ ഓർ ഡംബർ. തേർഡ് വൺ, ബക്കറ്റ് ഓർ സ്റ്റീൽ സ്കിപ്പ്. ഫോർത്ത് വൺ, chute. Fifth one, belt conveyor. Sixth one, concrete pump. It is used for placing concrete where truck cannot reach. അപ്പോൾ ട്രക്ക് എത്താൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഒരു വീൽ ബോറോ എന്ന് പറയുന്ന ഈ ഒരു എക്യുപ്മെൻറ്റ് യൂസ് ചെയ്തത്. ട്രക്കുകളൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത ചെറിയ ഇടുങ്ങിയ വഴികളിലൊക്കെ ആണെങ്കിൽ വീൽ ബോറോയാണ് നമ്മൾ യൂസ് ചെയ്തത്. The concrete should not be dropped more than 2 meters because if you drop concrete from a height, especially if the mix is dry, larger particle has a tendency to go far away.
അതുപോലെ നമ്മൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോഴും അത് ഡ്രോപ്പ് ചെയ്യരുത്. 2 മീറ്ററിൽ കൂടുതൽ ഹൈറ്റ് ചെയ്യുന്ന അതിനെ ഇട്ട് കളയരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കോൺക്രീറ്റ് വീഴുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ കോൺക്രീറ്റിനകത്ത് ഈ കല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹെവിയർ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തെറിച്ച് പോകാനും ലിക്വിഡായിട്ട് കിടക്കുന്നതൊക്കെ തൊട്ടടുത്തേക്ക് തന്നെ വീഴാനുള്ള ടെൻഡൻസി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ സെഗ്രിഗേഷൻ പ്രോസസ്സ് കോൺക്രീറ്റ് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6 ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് അല്ലെങ്കിൽ മെഷീൻസ് പറഞ്ഞായിരുന്നു ഈ ഒരു ട്രാൻസ്പോർട്ടേഷന്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് മനസ്സിലാവും. ഇത് ഒരു മോട്ടോർ പാനാണ്, അതായത് നമ്മൾ സാധാരണ ചട്ടി എന്ന് പറയും. അപ്പോൾ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചട്ടിയിൽ എടുത്ത് മുകളിലേക്കും താഴത്തേക്കൊക്കെ കൊടുക്കാറുണ്ട്. ഇതാണ് വീൽ ബോറോ. ഇതുപോലത്തെ ഒരു ട്രോളി പോലത്തെ ഇതിൽ കീപ്പ് ചെയ്തിട്ട് നമ്മളതിനെ പ്ലേസ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അടുത്തത് കോൺക്രീറ്റ് പമ്പാണ്. ഇതേപോലത്തെ റെഡി മിക്സ് മെഷീനിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലത്തെ പമ്പ് ഉപയോഗിച്ചിട്ട് എവിടെയാണോ കോൺക്രീറ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് നമുക്ക് പമ്പ് ചെയ്തിടാൻ പറ്റും. അടുത്ത ബെൽറ്റ് കൺവേയേഴ്സാണ്. വലിയ വലിയ സൈറ്റുകളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ ലേ ചെയ്ത് ഒരു ബെൽറ്റ് കൺവെയർ വഴി ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. എവിടെയാണോ പോർ ചെയ്യാനുള്ളത് അവിടത്തേക്ക് നമുക്ക് പോർ ചെയ്തെടുക്കാൻ പറ്റും. അടുത്ത ക്രെയിൻ ബക്കറ്റ് റോപ്പ് വേ. ഒരു ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ അറ്റത്ത് ഇതേപോലത്തെ ഒരു ബക്കറ്റിൽ നമുക്ക് കോൺക്രീറ്റ് കൊണ്ടുവരാം. അപ്പോൾ താഴെ നിന്നാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ ഈ ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഈ സാധനം ഫില്ല് ചെയ്യും. എന്നിട്ട് ക്രെയിനിൻ്റെ ഇവിടെ ഹുക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, റോപ്പ് വേ വെച്ചിട്ട് ഇതിനെ ഏത് ഹൈറ്റിലേക്കാണ് എത്തിക്കേണ്ടത് അവിടെ കൊണ്ടുപോകും. ഈ ബക്കറ്റിൻ്റെ താഴെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. അതിൻ്റെ വാൽവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കോൺക്രീറ്റൊക്കെ താഴത്തേക്ക് വീഴും. ആ രീതിയിൽ. അടുത്തത് ട്രക്ക് മിക്സർ ആൻഡ് ഡംബർ. ട്രക്കിൽ തന്നെ മിക്സറും ഡംബറും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിതിനെ ഔട്ട്പുട്ട് പുറത്തേക്ക് ട്രെയിലേക്കോ വല്ലതൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അടുത്തത് ച്യൂട്ട് വഴി എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഒരു സ്ലോപ്പിംഗ് സർഫസ് ആണ്. ഇവിടെ ഒരു കണ്ടെയ്നറും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്ലേസ് ചെയ്തിട്ട് എങ്ങോട്ടേക്കൊക്കെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ ഈ ബാറിൻ്റെ ഒക്കെ പൊസിഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ച്യൂട്ട് നമുക്ക് നീക്കി കൊടുത്ത് ആവശ്യമുള്ളിടത്തേക്ക് നമുക്കതിനെ വീഴ്ത്താൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ മെത്തേഡിൻ്റെ ഫോട്ടോ. നമുക്ക് ഓരോന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ മോട്ടർ പാൻ, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ചട്ടിയിലൊക്കെയാണ്. ദീസ് എ മോസ്റ്റ് കോമൺ മെത്തേഡ് അഡോപ്റ്റഡ്. കോൺക്രീറ്റ് ഈസ് ക്യാരിഡ് ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ചെറിയ ക്വാണ്ടിറ്റീസിൽ നമ്മൾ കോൺക്രീറ്റിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മോട്ടോർ പാൻ ഉപയോഗിക്കുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. വൈൽ ദിസ് മെത്തേഡ് ഇസ് നള്ളിഫൈസ് ദ സെഗ്രിഗേഷൻ ഫോർ സം എക്സ്റ്റെൻറ്റ്, പാർട്ടിക്കുലർ ഇൻ തിക്ക് മെമ്പേഴ്സ്. അപ്പോൾ ഈ മോട്ടോർ പാൻ ഉപയോഗിക്കുന്ന വഴി നമുക്കറിയാം ചെറിയൊരു ചട്ടിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കോൺക്രീറ്റ് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സെഗ്രിഗേഷൻ ഒന്നും അതിനകത്ത് ഉണ്ടാവില്ല. ഗ്രേറ്റർ ലോസ് ഓഫ് വാട്ടർ പർട്ടിക്കുലർലി ഇൻ ദ ഹോട്ട് വെതർ കോൺക്രീറ്റിംഗ് എക്സ്പോസസ് ഗ്രേറ്റർ സർഫസ് ഏരിയ. പിന്നെ ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഓരോ തവണയും നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇടുമ്പോൾ ഈ ചട്ടി വെള്ളം അബ്സോർബ് ചെയ്തെടുക്കുകയും ഈ കോൺക്രീറ്റിലുള്ള വാട്ടർ കണ്ടൻറ്റ് ലോസായി പോവുകയും ചെയ്യും. വെതർ കണ്ടീഷൻ ഹോട്ടാണെങ്കിൽ ഒരു ചട്ടി ചൂടാകുന്നതനുസരിച്ച് വാട്ടർ അതിൻ്റെ അകത്തുനിന്ന് അബ്സോർബ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള വാട്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ സെഗ്രിഗേഷൻ കുറവായിരിക്കും, ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വാട്ടർ ലോസായി പോകും. അടുത്തത് വീൽ ബോറോസ് ആണ്. വീൽ ബാരോസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ ചെറിയ ട്രോളികളാണ്. വലിയ ട്രക്കൊക്കെ ഒന്നും എത്തിപ്പെടാത്ത ഒരു സൈറ്റാണ് അല്ലെങ്കിൽ ലൊക്കേഷനിലാണ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ട്രോളികളിൽ കൊണ്ടുപോയിട്ട് മാസമായിട്ട് കോൺക്രീറ്റ് അതിൻ്റെ അകത്തേക്ക് ഡംപ് ചെയ്യാൻ പറ്റും. യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിങ് കോൺക്രീറ്റ് ടു ബി പ്ലേസ്ഡ് അറ്റ് ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിലാണ് നമുക്ക് കോൺക്രീറ്റ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ബോറോ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹയർ ലെവൽസിലൊക്കെ ആണെങ്കിൽ ബോറോ നമുക്ക് ലിഫ്റ്റിൽ കൊണ്ടുപോകേണ്ടി വരും. ദിസ് മെത്തേഡ് ഈസ് എംപ്ലോയിഡ് ഫോർ ഹൗളിംഗ് കോൺക്രീറ്റ് ഫോർ കമ്പാരിറ്റീവ്ലി ലോങ്ങർ ഡിസ്റ്റൻസ് ആസ് ഇൻ കേസ് ഓഫ് കോൺക്രീറ്റ് റോഡ് കൺസ്ട്രക്ഷൻ. അപ്പോൾ റോഡ് കൺസ്ട്രക്ഷനിലൊക്കെ നമ്മൾ കോൺക്രീറ്റ് പോർ ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വീൽ ബോറാണ് ഏറ്റവും യൂസ്ഫുൾ. അതായത് നമുക്ക് ആ ഒരു ഡിസ്റ്റൻസിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിനെ റോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇഫ് ദ കോൺക്രീറ്റ് ഈസ് കൺവേർഡ് ബൈ വീൽ ബോറോസ് ഓവർ ലോങ് ഡിസ്റ്റൻസ് ഓൺ റഫ് ഗ്രൗണ്ട് ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ കോൺക്രീറ്റ് ഗെറ്റ് സെഗ്രിഗേറ്റഡ് ഡ്യൂ ടു വൈബ്രേഷൻ. ഇറ്റ് മിനിമൈസസ് യൂസ് ഓഫ് ന്യൂമാറ്റിക് ടയർ. ഓക്കെ, ഇനി ഇതിനകത്തൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് ഈ കോൺക്രീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്നും മിക്സ് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഇത് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അത്രയും ഡിസ്റ്റൻസ് നമുക്ക് ഈ ട്രോളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടേണ്ടി വരും. അപ്പോൾ ഈ ട്രോളിയുടെ അകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫുള്ള് നിറച്ചിട്ട് സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ റഫ് ഗ്രൗണ്ടാണ്, അതായത് സ്മൂത്തായിട്ടുള്ള ഗ്രൗണ്ടല്ല, കല്ലും മണ്ണുമൊക്കെ നിറഞ്ഞ കുഴികളൊക്കെ നിറഞ്ഞ ഗ്രൗണ്ടാണെങ്കിൽ ഓരോ കുഴിയിൽ ചാടുന്നതനുസരിച്ച് ഈ വണ്ടി ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. വണ്ടി ഷെയ്ക്ക് ചെയ്യുന്നതനുസരിച്ച് എന്ത് സംഭവിക്കും, ഈ കോൺക്രീറ്റിൻ്റെ അകത്തുള്ള കല്ലുകളൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യപ്പെടും. അതായത് അതിൻ്റെ പൊസിഷൻ ഡിസ്പ്ലേസ് ചെയ്ത് ആ ഒരു കോൺക്രീറ്റിൻ്റെ മൊത്തത്തിലുള്ള ക്വാളിറ്റിയെ ബാധിക്കും, വൈബ്രേഷൻസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഇത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ന്യൂമാറ്റിക് ടയേഴ്സ് ഉള്ള വണ്ടി ഉപയോഗിക്കാം. ഷോക്കൊക്കെ കുറച്ച് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ന്യൂമാറ്റിക് ടയേഴ്സ് ഉള്ള വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെഗ്രിഗേഷൻ ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും.
അടുത്ത ടൈപ്പാണ് ക്രെയിൻ ബക്കറ്റ് ആൻഡ് റോപ്പ് വേ. ഇതാണ് നമ്മൾ പറഞ്ഞ ക്രെയിൻ ബക്കറ്റ് ആൻഡ് റോപ്പ് വേ. അപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലിൽ കോൺക്രീറ്റ് ചെയ്യുന്ന കോൺക്രീറ്റിനെ ഏത് ഹൈറ്റിലേക്ക് ഈ ബക്കറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല ലൊക്കേഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രെയിനിൻ്റെ പൊസിഷനിങ് മാറ്റുന്നതനുസരിച്ച് നമുക്കിതിനെ ഈസിലി ആയിട്ട് ഹൈറ്റിലും ഡിസ്റ്റൻസിലും ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ് ഫോർ ട്രാൻസ്പോർട്ടിങ് കോൺക്രീറ്റ് എബോവ് ഗ്രൗണ്ട് ലെവൽ, വാലി, ലോങ് ഡാം സൈറ്റ് എക്സെട്ര. അപ്പോൾ വലിയ വലിയ കുഴികളാണെങ്കിലും ഹയർ സ്റ്റോറീസിലൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്യേണ്ടെങ്കിലും ഇനി ഡാം സൈറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലായിരിക്കും അതിൻ്റെ ഹൈറ്റിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സൈറ്റുകളിൽ നമുക്ക് ഈ ക്രെയിൻ ബക്കറ്റ് റോപ്പ് അറേഞ്ച്മെൻറ്റ് വെച്ച് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് പ്ലേസ് ചെയ്യിക്കാം. ക്രെയിൻ ക്യാൻ ഹാൻഡിൽ കോൺക്രീറ്റ് ഇൻ ഹൈ റൈസ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്. അപ്പോൾ വലിയ വലിയ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ക്രെയിൻ്റെ ഹൈറ്റ് എത്തുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ഹൈറ്റുകളിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ്ഫുള്ളായിരിക്കും. Cranes are fast and versatile to move concrete horizontally as well as vertically along the boom and allow the placement of concrete at an exact point. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കോൺക്രീറ്റിൻ്റെ മൂവ്മെൻറ്റ് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ട് നമുക്ക് ഒരേപോലെ മൂവ് ചെയ്യിക്കാൻ പറ്റും. അതിനനുസരിച്ച് എവിടെയാണോ കറക്റ്റായിട്ട് കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു എക്സാക്ട് പോയിന്റിൽ നമുക്കതിനെ പോർ ചെയ്യാൻ പറ്റും. Cranes carry skips, buckets containing concrete. Skips have discharge doors at the bottom, whereas buckets are tilted for emptying. ഇനി ക്രെയിൻസിൻ്റെ കൂടെ ബക്കറ്റും ടിൽറ്ററും ഉണ്ടാവും. ഇപ്പോൾ ബക്കറ്റ് ആണെങ്കിൽ, ഇതുപോലത്തെ ബക്കറ്റ് ആണെങ്കിൽ ഇതിൻ്റെ താഴെ ഒരു ഓപ്പണർ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ കോൺക്രീറ്റ് നമുക്ക് ഡിസ്പാച്ച് ചെയ്തെടുക്കാം. ചിലയിടത്ത് നമുക്ക് ഇതുപോലെ ബക്കറ്റ് ആയിരിക്കും, ടിൽറ്റർ ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ചരിച്ചാൽ മതി. ക്രെയിനിൽ ഇതുപോലെ വന്ന് നിൽക്കും, ആ സ്ഥലത്ത് എത്തുമ്പോൾ നമ്മളതിനെ ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോൺക്രീറ്റ് പോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ രണ്ട് രീതിയിലും നമുക്കതിനെ യൂസ് ചെയ്യാം. അടുത്ത ടൈപ്പാണ് ട്രക്ക് മിക്സർ ആൻഡ് ഡംബർ. ട്രക്കിൽ തന്നെ മിക്സറും ഉണ്ട്, അതിനെ പുറത്തേക്ക് എടുക്കാനുള്ള ഡംബറും ഉണ്ടാവും. ഫോർ ലാർജ് കോൺക്രീറ്റ് വർക്ക്സ്, പർട്ടിക്കുലർലി ഫോർ കോൺക്രീറ്റ് ടു ബി പ്ലേസ്ഡ് അറ്റ് ഗ്രൗണ്ട് ലെവൽ, ട്രക്സ് ആൻഡ് ഡംബേഴ്സ് ഓർ ഓർഡിനറി ഓപ്പൺ സ്റ്റീൽ ബോഡി ടിപ്പിംഗ് ലോറീസ് ക്യാൻ ബി യൂസ്ഡ്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലാണ് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നമുക്ക് ഈ ട്രക്ക് ഡംബർ മെത്തേഡ് യൂസ് ചെയ്യാം. as they can travel to any part of the work. അപ്പോൾ വർക്ക് നടക്കുന്ന ഏതൊരു പാർട്ടിലേക്ക് ഈ വണ്ടി ഓടിച്ച് കയറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, ഗ്രൗണ്ട് ലെവലാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് യൂസ് ചെയ്യാം. Dumpers are usually for 2 to 3 cubic meter capacity, whereas the capacity of the truck can be 4 cubic meter or more. അപ്പോൾ ഡംബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് അറ്റ് എ ടൈം 2 to 3 cubic meter കപ്പാസിറ്റിയിൽ കോൺക്രീറ്റ് നമുക്ക് മിക്സ് ചെയ്ത് പോർ ചെയ്യാൻ പറ്റും. ട്രക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 4 cubic meter, അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് കപ്പാസിറ്റി ഉണ്ട്. അടുത്തത് ബെൽറ്റ് കൺവേയേഴ്സ്. ഇത് ആക്ച്വലി വെരി ലിമിറ്റഡ് ആപ്ലിക്കേഷനാണ്. കാരണം ബെൽറ്റ് കൺവേയേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് കോസ്റ്റ്ലിയാണ്. ആ ഒരു സെറ്റപ്പ് നമ്മുടെ സൈറ്റിൽ റെഡിയാക്കി എടുക്കാനായിട്ട് വളരെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ വളരെ കുറവായിരിക്കും. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ഓഫ് കോൺക്രീറ്റ് ടു സെഗ്രിഗേറ്റ് ഓൺ സ്റ്റീപ്പ് ഇൻക്ലൈൻസ് അറ്റ് എ ട്രാൻസ്ഫർ പോയിൻറ്റ് ആൻഡ് ചേഞ്ച് ഓഫ് ഡയറക്ഷൻ ആൻഡ് അറ്റ് എ പോയിൻറ്റ്സ് വെർ ദ ബെൽറ്റ് പാസസ് ഓവർ റോളേഴ്സ്. ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബെൽറ്റ് കൺവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ദൂരം ഇങ്ങനെ ഈ കൺവെയറിൻ്റെ ബെൽറ്റിൻ്റെ മുകളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ കൺവെയർ ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഈ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ നമ്മുടെ ബാഗേജൊക്കെ റോൾ ചെയ്ത് വരുന്ന പോലത്തെ ഒരു കൺവെയറാണ്. അപ്പോൾ അതിൻ്റെ അകത്തെന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ ഷെയ്ക്കിങ് ഉണ്ടാവും. അതേപോലെ ഇതിന് വളവും തിരിവും പിന്നെ ചെറിയ സ്ലോപ്പിംഗ് ഒക്കെ ഉണ്ടാവും. ഈ സ്ഥലങ്ങളിലൊക്കെ കോൺക്രീറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെഗ്രിഗേഷൻ പ്രോസസ്സ് ഉണ്ടാവും. അതായത് കോൺക്രീറ്റിൻ്റെ കല്ല് താഴത്തേക്ക് സെറ്റിൽ ആകാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ അതൊരു സെഗ്രിഗേഷൻ പ്രോസസ്സിൽ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. കൺവേയേഴ്സ് ക്യാൻ പ്ലേസ് ലാർജ് വോളിയം ഓഫ് കോൺക്രീറ്റ് ക്വിക്ക്ലി വെയർ ആക്സസ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഈ കൺവേയേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് വോളിയം ഓഫ് കോൺക്രീറ്റ് കണ്ടിന്യൂസ്ലി നമുക്ക് ഈ കൺവേയേഴ്സിൽ കൂടി കടത്തി വിട്ടുകൊണ്ടിരിക്കുക. അത് ചെറിയ ചെറിയ ലൊക്കാലിറ്റിയിലേക്ക്, നമുക്ക് ആൾക്ക് നടന്നു പോകാൻ പറ്റാത്തതും എക്യുപ്മെൻറ്റ്സ് കൊണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റാത്തതായ സ്ഥലങ്ങളിൽ ഈ കൺവേയേഴ്സ് നമുക്ക് കടത്തി വിട്ട് കോൺക്രീറ്റിങ് എല്ലായിടത്തും ഈക്വലായിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ ച്യൂട്ടാണ്. ഫോർ ട്രാൻസ്പോർട്ടിങ് കോൺക്രീറ്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ ടു ലോവർ ലെവൽ. അപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കുറച്ച് താഴത്തേക്ക് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ച്യൂട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാം. Sections of chute is lined with metal and all runs shall have approximately the same slope, not flatter than 1 vertical to 2 or half horizontal. Layout is made in such a way that the concrete will slide eventually in compact mass without any separation or segregation. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ ലേഔട്ട് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ, കോൺക്രീറ്റ് അതിൻ്റെ അകത്തൂടെ പോർ ചെയ്യുമ്പോൾ സെഗ്രിഗേഷനും സെപ്പറേഷനും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് അതിൻ്റെ ലേഔട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അടുത്ത കോൺക്രീറ്റ് പമ്പാണ്. പമ്പ് ഉപയോഗിച്ച് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റും. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് മെത്തേഡ്. ഇതിപ്പോൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കോമൺ ആയിട്ട് കാണാറുണ്ട്. സ്റ്റാർട്ട്സ് വിത്ത് സക്ഷൻ സ്ട്രോക്ക് ഫോർ സക്ക് ദ കോൺക്രീറ്റ് ഇൻസൈഡ് ദ പൈപ്പ്. ഇറ്റ് ഹാസ് എ പിസ്റ്റൺ വിച്ച് മൂവ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ടു സക്ക്
and deliver the concrete suitably for limited space. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സക്ഷൻ സ്ട്രോക്കാണ് ആദ്യം വരുന്നത്. സക്ഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിനെ ആ ഒരു എവിടെയാണോ അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന കണ്ടെയ്നർ അവിടെ നിന്ന് ഈ പൈപ്പിൻ്റെ അകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സക്ഷൻ സ്ട്രോക്ക്. അതിനുശേഷം അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ മുകളിലേക്ക് അടിച്ച് കയറ്റും. അപ്പോൾ അതിനനുസരിച്ച് കോൺക്രീറ്റ് മുകളിലേക്കും താഴത്തേക്കൊക്കെ സക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഏത് സ്റ്റോറിയിലേക്ക് നമുക്ക് കോൺക്രീറ്റിംഗ് ഉണ്ടെങ്കിൽ ഈ പമ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസിലി മോട്ടോർ ഓപ്പറേറ്റ് ചെയ്ത് കോൺക്രീറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് കോൺക്രീറ്റിൽ വരുന്നത്. ഇനി ട്രാൻസ്പോർട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എന്താണ്? പ്ലേസിങ് ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് അതിൻ്റെ കറക്റ്റ് സ്ഥാനത്തേക്ക് പ്ലേസ് ചെയ്യുക. ഇറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ ടു ഈൽഡ് ഒപ്റ്റിമം റിസൾട്ട്. അപ്പോൾ കറക്റ്റ് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് മാനറിൽ വേണം കോൺക്രീറ്റിനെ അതിൻ്റെ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഫോമിലേക്ക് പ്ലേസ് ചെയ്യാൻ. The placing of concrete as close as possible to its final position so the segregation is avoided and concrete can be fully compacted. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൗണ്ട് ലെവൽ ഇവിടെയാണ് നമുക്ക് തട്ടടിച്ചേക്കുന്നത്, ഇവിടെയാണ് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയിട്ട് വേണം ഇതിനെ പ്ലേസ് ചെയ്യാൻ, ഇട്ട് കളയാൻ. ഒരുപാട് ഹൈറ്റിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സെഗ്രിഗേഷനും മെറ്റീരിയലൊക്കെ തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. The following factors should be checked before placing concrete. അപ്പോൾ പ്ലേസിംഗ് ഓഫ് കോൺക്രീറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് പറയുന്നത്. ഒന്ന്, ഫോം വർക്ക് ഷാൽ ബി ചെക്ക്ഡ് ടു ടൈറ്റ്നസ് ടു അവോയ്ഡ് ലീക്കേജ്. അപ്പോൾ നമ്മൾ ഈ അടിച്ചേക്കുന്ന തട്ടുകളുണ്ടാവും, കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ തട്ടടിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ക്രാക്സും ലീക്കേജസും ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ ടൈറ്റഡ് ആണോ എന്നുള്ളത് നോക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്ലേസ്ഡ് ആസ് പെർ ഡ്രോയിങ് ആൻഡ് പ്രോപ്പർലി ബൈൻഡ്. റസ്റ്റ് ഓർ ലൂസ് മെറ്റീരിയൽ ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ സർഫസ്. ഇനി നമുക്കറിയാം, നമ്മൾ തട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ, സ്ലാബ് കോളം ബീമൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കമ്പികൾ പ്രൊവൈഡ് ചെയ്യും. റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ കമ്പിയാണ്. അപ്പോൾ ഈ കമ്പികൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഡ്രോയിങ് അനുസരിച്ച് കറക്റ്റായിട്ട് അത് ബൈൻഡ് ചെയ്തിട്ടുണ്ടോ, കമ്പികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി തുരുമ്പെടുത്ത റസ്റ്റ് എടുത്ത കമ്പികളും ലൂസായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ ആണെങ്കിൽ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യുക. കാരണം അതൊക്കെ ഇമ്പ്യൂരിറ്റീസ് ആണ്, കോൺക്രീറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ക്രാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. അപ്പോൾ തുരുമ്പെടുത്ത കമ്പികളുണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുക. ഈ കമ്പികളിൽ തന്നെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്തിട്ട് വേണം കോൺക്രീറ്റ് പോർ ചെയ്യാൻ. Concrete should be placed in its final position rapidly so that it's not too stiff to work. അപ്പോൾ കോൺക്രീറ്റ് ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ as far as possible അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ പൊസിഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. കാരണം കോൺക്രീറ്റ് നമ്മൾ പ്ലേസ് ചെയ്യാൻ ഡിലേ ആക്കും തോറും അത് സ്റ്റിഫ് ആയിക്കൊണ്ടിരിക്കും, അതായത് കട്ടി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ കട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കോമ്പാക്റ്റ് ചെയ്ത് ആ ഒരു ഫിനിഷ് ചെയ്ത് എടുക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേജിൽ തന്നെ നമുക്കതിനെ പ്ലേസ് ചെയ്യാൻ പറ്റണം. Concrete should be placed in uniform layers, not in large heaps or sloping layers. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ ലേ ചെയ്യേണ്ടത് യൂണിഫോം ലെയർ ആയിട്ടാണ്. അതായത് ഇത്രയും ഭാഗത്ത് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് യൂണിഫോം ആയിട്ട് ലെയർ ബൈ ലെയർ ആയിട്ട് വേണം ഇതിനെ പ്ലേസ് ചെയ്ത് പോകാൻ. അതല്ലാതെ നമ്മളിതിനെ ഒരു കൂന പോലെ തട്ടിയിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന രീതിയിലാക്കരുത്. Rates of placing and compaction should be equal. Each layer should be fully compacted before placing the next one. Each and subsequent layer must be placed whilst the underlying layer is still plastic so that monolithic construction is achieved. Okay. അപ്പോൾ ഇപ്പോൾ ഇത്രയും ഒരു ലെയറാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളതെങ്കിൽ ഇതിൻ്റെ അകത്ത് ആദ്യം ഒരു ലെയർ കോൺക്രീറ്റ് ഇടുക, നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്ത് എല്ലാം ഒരേപോലെ ആയി എന്നുള്ള ഉറപ്പ് വരുത്തുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ ഇടുക, അങ്ങനെ വേണം ഫിനിഷ് ചെയ്യാൻ. ഇനി ഓരോ ലെയർ ഇട്ട് അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഇതെല്ലാം ഒരേപോലെ പ്ലാസ്റ്റിക് സ്റ്റേജിലായിരിക്കണം. അതായത് ആദ്യത്തെ ലെയർ ഇട്ട് അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഇട്ടിട്ട് കാര്യമില്ല. അപ്പോൾ അത് തമ്മിലുള്ള ബോണ്ടിങ് പോകും. അപ്പോൾ ഒരു ലെയർ ഇട്ട് അതിനെ കോമ്പാക്റ്റ് ചെയ്ത് ഫുള്ളി റെഡിയാക്കിയതിന് ശേഷം അടുത്ത ലെയർ ഇടുക. ആ സമയത്ത് താഴത്തെ ലെയർ സെറ്റായി പോയിട്ടുണ്ടാവരുത്, അത് സ്റ്റിൽ പ്ലാസ്റ്റിക് സ്റ്റേജിൽ തന്നെ ആയിരിക്കണം. When placing the concrete, care should be taken to drop the concrete vertically and not from too height. അപ്പോൾ കോൺക്രീറ്റ് നമ്മൾ ഈ തട്ടിലേക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഹൈറ്റിൽ നിന്ന് ഇടരുത്, അതേപോലെ വെർട്ടിക്കലായിട്ട് തന്നെ അതിനെ ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചരിച്ചിട്ട് കഴിഞ്ഞാൽ കല്ലൊക്കെ തെന്നി മാറാനുള്ള ചാൻസ് ഉണ്ട്. The surface against which the fresh concrete is to be placed must be examined as to their possible effects in absorbing, mixing വാട്ടർ. അപ്പോൾ നമ്മൾ ഈ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യാൻ പോകുന്ന സർഫസിനെ നമ്മൾ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യണം. അപ്പോൾ അത് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന സർഫസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ കോൺക്രീറ്റ് പ്ലേസ് ചെയ്യുമ്പോൾ കോൺക്രീറ്റിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ആ സർഫസ് അബ്സോർബ് ചെയ്തെടുത്താൽ കോൺക്രീറ്റ് പെട്ടെന്ന് ഉണങ്ങിപ്പോകും. ഇത്രയാണ് നമുക്ക്
പ്ലേസിങ് ഓഫ് കോൺക്രീറ്റ് വരുന്നു. അപ്പോൾ നമ്മൾ സോഫാർ ബാച്ചിങ് പറഞ്ഞു, മിക്സിങ് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞു, പ്ലേസിങ് പറഞ്ഞു. ഇനി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ അടുത്ത് എന്ത് ചെയ്യണം? കോമ്പാക്ട് ചെയ്ത് റെഡിയാക്കണം. എയർ വോയിഡ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനാണ് കോമ്പാക്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് എൻട്രാപ്ഡ് എയർ ആൻഡ് ഓഫ് യൂണിഫോം പ്ലേസ്മെൻറ്റ് ഓഫ് കോൺക്രീറ്റ് ടു ഫോം ഹോമോജീനസ് ഡെൻസ് മാസ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത്രയുള്ള സ്ലാബാണ് ചെയ്യണമെങ്കിൽ ചുമ്മാ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് കുറേ എയർ വോയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇത് കറക്റ്റ് എല്ലായിടത്തും ഒരേ സ്ട്രെങ്ത്ത് കിട്ടില്ല. ചിലയിടത്ത് എയർ വോയിഡ്സും ചിലയിടത്ത് നല്ല രീതിയിൽ കോമ്പാക്ട് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ഇട്ടേക്കുന്ന കോൺക്രീറ്റിനെ നമുക്ക് എയർ എൻട്രാപ്പിനെ മാറ്റാനും യൂണിഫോം ഹോമോജീനസ് ഡെൻസ് മാസ് ആക്കാനും വേണ്ടിയിട്ടാണ് കോമ്പാക്ഷൻ ചെയ്യുന്നത്. ഡെൻസിറ്റി, സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ക്വാളിറ്റി ഓഫ് കോമ്പാക്ഷൻ. അപ്പോൾ നമ്മൾ എത്ര ലെവലിൽ എത്ര ക്വാളിറ്റിയിൽ കോമ്പാക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും സെറ്റ് ആകുന്ന കോൺക്രീറ്റിൻ്റെ ഡെൻസിറ്റി, സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും. അപ്പോൾ നല്ല രീതിയിൽ ഡെൻസിറ്റിയും നല്ല സ്ട്രെങ്ത്തും ലോങ് ലാസ്റ്റിംഗും ആയിരിക്കണമെന്നുണ്ടെങ്കിൽ കോമ്പാക്ഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യാം. ദ പ്രസൻസ് ഓഫ് 5% voids in hardened concrete left due to incomplete compaction may result in decrease in compressive strength by 35%. ഇപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ ചെയ്ത് നമ്മുടെ കെയർലെസ്നെസ് കൊണ്ട് ഈവൻ ഒരു 5% എയർ വോയിഡ്സ് ഈ കോൺക്രീറ്റിൻ്റെ അകത്ത് മിച്ചം വന്നാൽ പോലും ഫൈനൽ കംപ്രസീവ് സ്ട്രെങ്ത്തിൽ 35% റിഡക്ഷൻ ഉണ്ടാകും. അതായത് ഒരു ഹ്യൂജ് സ്ട്രെങ്ത് ലോസ് ഈ ഒരു 5% എയർ വോയിഡ്സ് കൊണ്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ കോമ്പാക്ഷൻ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഇറ്റ് റെഡ്യൂസസ് internal friction between particles forming concrete, between concrete, reinforcement between concrete and formwork. അപ്പോൾ ഈ ഒരു കോമ്പാക്ഷൻ കറക്റ്റായിട്ട് ചെയ്താൽ ഈ കോമ്പാക്ഷൻ കൊണ്ടാണ് ഇതിനകത്ത് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ കോൺക്രീറ്റും റീഇൻഫോഴ്സ്മെൻറ്റും കോൺക്രീറ്റും ഫോം വർക്ക് ഇതൊക്കെ തമ്മിലൊരു ബോണ്ടിങ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കുന്നത് ഈ ഒരു കോമ്പാക്ഷൻ ചെയ്യുമ്പോഴാണ്. കോമ്പാക്ഷൻ റെഡ്യൂസസ് വോയിഡ്സ് ടു മിനിമം, ദസ് പ്രൊവൈഡ് ഡെൻസ് ഡ്യൂറബിൾ കോൺക്രീറ്റ്. അപ്പോൾ കോമ്പാക്ഷൻ ചെയ്യുന്നതനുസരിച്ച് അതിനകത്തുള്ള എയർ വോയിഡ്സ് ഒക്കെ കുറയും. എയർ വോയിഡ്സ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെൻസ് ആയിട്ടുള്ള ഡ്യൂറബിൾ കോൺക്രീറ്റിനെ മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കോമ്പാക്ഷൻ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഹാൻഡ് കോമ്പാക്ഷൻ, രണ്ടാമത്തത് വൈബ്രേറ്റേഴ്സ് ഉപയോഗിച്ചുള്ള കോമ്പാക്ഷൻ. ഹാൻഡ് കോമ്പാക്ഷൻ എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഈസ് കോമ്പാക്റ്റഡ് ബൈ റാമർ, ടാമ്പിംഗ്, സ്പേഡിംഗ് ഓർ ബൈ സ്ലൈസിംഗ് വിത്ത് ടൂൾ. In intricate portions, a pointed steel rod of 16 mm diameter and 1 meter long is used for poking the concrete. അപ്പോൾ ഹാൻഡ് കോമ്പാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ മാനുവലി ഹാൻഡ് കൊണ്ടായിരിക്കും കുത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ റാമിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്, ടാമ്പിംഗ് പ്രോസസ്സ് യൂസ് ചെയ്യാറുണ്ട്, സ്പേഡിങ്, സ്ലൈസിങ് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, പെട്ടെന്ന് നമുക്ക് ഒരുപാട് സർഫസ് ഏരിയ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റീൽ റോഡ് എടുക്കും, കമ്പി 16 mm ഡയമീറ്റർ 1 meter ലോങ്ങുള്ള കമ്പി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കോൺക്രീറ്റിനെ പോക്ക് ചെയ്തെടുക്കുന്നത്, കുത്തിയെടുക്കുന്നത്. അടുത്തത് കോമ്പാക്ഷൻ ബൈ വൈബ്രേറ്റേഴ്സ്. കോൺക്രീറ്റ് ക്യാൻ ബി കോമ്പാക്റ്റഡ് ബൈ യൂസിങ് ഹൈ ഫ്രീക്വൻസി വൈബ്രേറ്റർ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഹൈ ഫ്രീക്വൻസി വൈബ്രേറ്റർ വെച്ചിട്ട് നമുക്ക് കോമ്പാക്ഷൻ ചെയ്യാൻ പറ്റും. വൈബ്രേഷൻ റിഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ് ആൻഡ് സെറ്റ് മോഷൻ ഓഫ് പാർട്ടിക്കിൾ. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുകയും ആസ് എ റിസൾട്ട് എൻട്രാപ്ഡ് എയർ ഈസ് റിമൂവ്ഡ് ആൻഡ് കോൺക്രീറ്റ് ഈസ് കോമ്പാക്റ്റഡ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ അകത്തുള്ള എൻട്രാപ്ഡ് എയർ പോവുകയും കോൺക്രീറ്റ് കോമ്പാക്ട് ചെയ്ത് കിട്ടുകയും ചെയ്യും. The use of vibrator reduce the compaction time. Vibrators manually mechanically operated machines use ചെയ്താൽ നമുക്ക് കോമ്പാക്ഷൻ ചെയ്യുന്ന സമയം കുറച്ചെടുക്കാൻ പറ്റും. When vibrators are used for compaction, water cement ratio can be less, which can also be improving strength of concrete. ഇനി നമ്മൾ വൈബ്രേഷൻ വെച്ചിട്ടാണ് കോമ്പാക്ഷൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ നമുക്ക് കുറച്ച് ലിമിറ്റ് വരെ ഇച്ചിരി കുറക്കാൻ പറ്റും. അപ്പോൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെങ്ത് അതിനനുസരിച്ച് കൂടും. ഇത്രയേ ഉള്ളൂ. വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയുമ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കൂടും. വൈബ്രേഷൻ ഷുഡ് ബി സ്റ്റോപ്ഡ് as soon as the cement paste is seen on the surface of concrete. അപ്പോൾ നമ്മൾ ഇത് പോർ ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കല്ലുകളൊക്കെ ഇങ്ങനെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ വൈബ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഈ കല്ലുകളൊക്കെ പതുക്കെ താന്ന് ഒരു സിമെൻറ്റ് പേസ്റ്റ് പോലെ നമുക്ക് മുകളിൽ കാണാൻ പറ്റും, സ്മൂത്ത് ലെയർ. അതെത്തിക്കഴിയുമ്പോൾ കോമ്പാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഓവർ വൈബ്രേഷൻ ഈസ് നോട്ട് ഗുഡ് ഫോർ കോമ്പാക്ഷൻ. അതായത് നമ്മൾ ഓവറായിട്ട് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഈ കല്ലുകളെല്ലാം വീണ്ടും താഴെ പോയി സെറ്റിൽ ചെയ്ത് പേസ്റ്റ് മാത്രം മുകളിൽ വന്ന് നിൽക്കും. അപ്പോൾ ഓവർ കോമ്പാക്ഷനും ആപത്താണ്. ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് വൈബ്രേറ്റേഴ്സ് ആർ കോമൺലി യൂസ്ഡ് ഇൻ കോൺക്രീറ്റ്: നീഡിൽ ഓർ ഇമ്മർഷൻ വൈബ്രേറ്റർ, സർഫസ് വൈബ്രേറ്റർ, ഫോം ഓർ ഷട്ടർ വൈബ്രേറ്റർ, വൈബ്രേറ്റിംഗ് ടേബിൾ. അപ്പോൾ ഈ പറയുന്നതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വൈബ്രേറ്റേഴ്സ് എന്ന് വെച്ചാൽ. നീഡിൽ വൈബ്രേറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ കോൺക്രീറ്റിംഗ് ബീംസ് ആൻഡ് കോളം. സർഫസ്, അപ്പോൾ
വെർട്ടിക്കൽ സർഫസ്, ഒരുപാട് ഡെപ്ത് ഉള്ള സർഫസിലൊക്കെ ആണെങ്കിൽ നമ്മൾ നീഡിൽ കോമ്പാക്ടറാണ് യൂസ് ചെയ്യുന്നത്. അതായത് നീഡിലകത്തേക്ക് ഇറങ്ങി വെക്കും. ഈ നീഡിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് ഇതിനെ കോമ്പാക്ട് ചെയ്തെടുക്കാം. സർഫസ് വൈബ്രേറ്റേഴ്സ് ആൻഡ് ഫോം വൈബ്രേറ്റേഴ്സ് ആർ യൂസ്ഫുൾ ഇൻ കോൺക്രീറ്റ് സ്ലാബ്സ്. ലെങ്ത് കൂടിയ സർഫസൊക്കെ ആണെങ്കിൽ നമ്മളിതിൻ്റെ മുകളിലൊരു സർഫസ് പ്ലേറ്റ്, ഇതാണ് വൈബ്രേറ്റ്. ഇപ്പോൾ ഈ സർഫസാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെ രണ്ട് ഡയറക്ഷനിലും ടാമ്പിങ് ഫോഴ്സാണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ സ്ലാബ്സിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. വൈബ്രേറ്റിംഗ് ടേബിൾസ് ആർ യൂസ്ഫുൾ ഇൻ പ്രിപ്പയറിംഗ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബീം. ഇനി പ്രീകാസ്റ്റ് ആയിട്ടും നമ്മൾ ലാബിൽ കാസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് എലമെൻറ്റ്സ് ഉണ്ട്, അവിടെയാണ് നമ്മൾ വൈബ്രേറ്റിംഗ് ടേബിൾസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിനെ നമ്മൾ നനച്ചു കൊടുക്കുന്ന പ്രോസസ്സ്. ദ കോൺക്രീറ്റ് സർഫസ് ആർ കെപ്റ്റ് വെറ്റ് ഫോർ എ സർട്ടൻ പീരീഡ് ആഫ്റ്റർ പ്ലേസിംഗ് കോൺക്രീറ്റ് സോ ആസ് ടു പ്രൊമോട്ട് ഹാർഡനിങ് ഓഫ് കോൺക്രീറ്റ് സിമെൻറ്റ്. അപ്പോൾ കോൺക്രീറ്റിങ് കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്ത സർഫസിനെ നമ്മൾ വെറ്റായിട്ട് നനച്ച് കീപ്പ് ചെയ്യും. അപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റ് അതിൻ്റെ പ്രോപ്പർ ഹാർഡനിങ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ വാട്ടറിങ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കൺട്രോൾ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഓഫ് മോയ്സ്ചർ മൂവ്മെൻറ്റ് ഫ്രം ആൻഡ് ഇൻ ടു ദ കോൺക്രീറ്റ്. കോൺക്രീറ്റിൻ്റെ അകത്തൊന്നും പുറത്തൊന്നുമുള്ള ഒരു ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ക്യൂർ ചെയ്യുന്നത്. ക്യൂറിങ് ഇൻ ഏർലി ഏജ് ഓഫ് കോൺക്രീറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ക്യൂറിങ് ഫോർ 14 days ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്ത അന്ന് മുതൽ 14 ദിവസം ക്യൂർ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ആദ്യത്തെ ദിവസങ്ങളിൽ വെള്ളം നനച്ചു കൊടുക്കുന്നതും കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തുമായിട്ട് നല്ല ഡയറക്റ്റ് ബന്ധമുണ്ട്. ഇഫ് ക്യൂറിങ് ഈസ് നോട്ട് ഡൺ പ്രോപ്പർലി ദ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് റെഡ്യൂസസ്, ക്രാക്ക് ഡെവലപ്പ് ഡ്യൂ ടു ശ്രിങ്കേജ് ആൻഡ് ഡ്യൂറബിലിറ്റി റെഡ്യൂസസ്. അപ്പോൾ പ്രോപ്പർ ക്യൂറിങ് നനച്ചു കൊടുക്കുന്നത് ചെയ്തിട്ടില്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത് കുറയും, കോൺക്രീറ്റിൻ്റെ അകത്ത് വാട്ടർ കണ്ടൻറ്റ് കുറയുന്നതനുസരിച്ച് ക്രാക്സ് ഡെവലപ്പ് ചെയ്യും, ശ്രിങ്കേജും ഡ്യൂറബിലിറ്റിയും റെഡ്യൂസ് ചെയ്യും. ഇനി അടുത്ത പർപ്പസ് ഓഫ് ക്യൂറിങ്. എന്തിനാണ് നമ്മൾ ക്യൂറിങ് ചെയ്യുന്നത്? പ്രൊട്ടക്ട് ദ കോൺക്രീറ്റ് സർഫസ് ഫ്രം സൺ ആൻഡ് വിൻഡ്. സണ്ണിൻ്റെയും വിൻഡിൻ്റെ ആക്ഷനിൽ നിന്ന് കോൺക്രീറ്റിൻ്റെ സർഫസിനെ പ്രൊട്ടക്ട് ചെയ്യണം. ദ പ്രസൻസ് ഓഫ് വാട്ടർ ഇസ് എസെൻഷ്യൽ ടു കോസ് കെമിക്കൽ ആക്ഷൻ വിത്ത് അക്കമ്പനീസ് സെറ്റിൽമെൻറ്റ് ഓഫ് കോൺക്രീറ്റ്. ദർ ഇസ് ആൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അറ്റ് ദ ടൈം ഓഫ് മിക്സിംഗ് ടു കോസ് ഹാർഡനിങ് ഓഫ് കോൺക്രീറ്റ് നെസസറി ടു റീറ്റെയിൻ വാട്ടർ അൺടിൽ ദ കോൺക്രീറ്റ് ഹാസ് ഫുള്ളി ഹാർഡൻ. അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എമൗണ്ട് ഓഫ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം കോൺക്രീറ്റ് ഫുള്ളായിട്ട് ഹാർഡൻ ചെയ്യുന്നവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതല്ലെങ്കിൽ സർഫസിൽ നിന്ന് വെള്ളം കിട്ടാതെ വരുമ്പോൾ കോൺക്രീറ്റ് ഡ്രൈ ആയി പോവുകയും അതിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. Strength of the concrete gradually increases with age if curing is efficient. This increase in strength is sudden and rapid in early stages and it continues slowly for an intermediate period. അപ്പോൾ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് അതിൻ്റെ വയസ്സ് കൂടുന്നതനുസരിച്ച് ഓരോ ദിവസം കഴിയുന്നതനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ സഫിഷ്യൻറ്റ് ക്യൂറിങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജുകളിൽ ആദ്യത്തെ ഒരു 10-14 ദിവസം നമ്മൾ വെള്ളം നനയ്ക്കുന്നതനുസരിച്ച് കോൺക്രീറ്റ് റാപ്പിഡായിട്ട് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അത് 14 ദിവസം കഴിയുമ്പോൾ പിന്നെ ഗ്രാജുവലി റെഡ്യൂസ് ചെയ്ത് ഒരു 28 day ഒക്കെ ആകുമ്പോൾ കോൺക്രീറ്റ് ഫുള്ളി സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യും. അപ്പം ആക്ച്വലി 0 to 28 days നമ്മൾ ക്യൂർ ചെയ്യേണ്ടത്. അതിൽ 0 to ആദ്യത്തെ 14 days ക്യൂറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബൈ ക്യൂറിങ് ഡ്യൂറബിലിറ്റി ആൻഡ് ഇംപെർമിയബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ് ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ശ്രിങ്കേജ് ഈസ് റെഡ്യൂസ്. അപ്പോൾ ക്യൂറിങ് ചെയ്യുന്ന വഴി ലോങ് ലാസ്റ്റിംഗ് ഡ്യൂറബിലിറ്റി കൂട്ടാൻ പറ്റും, പെർമിയബിലിറ്റി അതിൻ്റെ അകത്ത് വാട്ടറിൻ്റെ സീപ്പേജ് കുറക്കാനും ശ്രിങ്കേജ് റെഡ്യൂസ് ചെയ്യാനും പറ്റും. The resistance of concrete to absorption is considerably increased by proper curing. ഇനി അടുത്ത മോസ്റ്റ് കോമൺലി എംപ്ലോയ്ഡ് മെത്തേഡ് ഓഫ് ക്യൂറിങ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് സാധാരണ നമ്മൾ ക്യൂറിങ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, സ്പ്രേയിങ് ഓഫ് വാട്ടർ. നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കും. അടുത്ത വെറ്റ് കവറിങ് സർഫസ്. നമ്മൾ ഈ നനഞ്ഞ തുണി അല്ലെങ്കിൽ ചാക്കൊക്കെ ഇട്ട് നമ്മൾ ആ കോൺക്രീറ്റ് ചെയ്ത സർഫസിൽ നനച്ചിടും. അടുത്ത പോണ്ടിങ്, നമ്മൾ വെള്ളം കെട്ടി നിർത്തും. സ്റ്റീം ക്യൂറിങ്. അടുത്തത് അപ്ലിക്കേഷൻ ബൈ ക്യൂറിങ് കോമ്പൗണ്ട്സ്, കെമിക്കൽ കോമ്പൗണ്ട്സ് വെച്ച് ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സ്പ്രേയിങ് ഓഫ് വാട്ടർ. വാൾസ്, കോളംസ്, പ്ലാസ്റ്റേർഡ് സർഫസ് ആർ ക്യൂർ ബൈ സ്പ്രിംഗ്ലിംഗ് വാട്ടർ. അപ്പോൾ നമുക്കറിയാം കോളംസും ഭിത്തികളും പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വെള്ളം കെട്ടി നിർത്താനോ ചാക്ക് കെട്ടി തൂക്കാനോ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ വെള്ളം തളിച്ചു കൊടുക്കും. ഡെയിലി 3 നേരമൊക്കെ നമ്മൾ ഉണങ്ങുന്നതനുസരിച്ച് വെള്ളം തളിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അടുത്ത വെറ്റ് കവറിങ് ദ സർഫസ്. ഇനി കോളംസ് ഓർ വെർട്ടിക്കൽ സർഫസ് മേ ബി ക്യൂർഡ് ബൈ കവറിങ് ദ സർഫസ് വിത്ത് വെറ്റ് ഗ്ലൂമി ബാഗ്സ് ഓർ സ്ട്രോ. ലെങ്ത്ത് കൂടിയ വെർട്ടിക്കൽ മെമ്പർ, ലെങ്ത് ഇല്ലാത്ത മെമ്പറൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് താഴത്തേക്ക് ഡ്രൈ ചെയ്ത് പോകും. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു തുണി ചുറ്റി വെക്കും, ചാക്ക് ചുറ്റി വെച്ചിട്ട് ഈ ചാക്ക് നനയ്ക്കും. അപ്പോൾ ചാക്കിൻ്റെ അകത്ത് വെറ്റ്നസ് ഉള്ള സമയത്തും കോളത്തിന് ആ വാട്ടർ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും.
അടുത്ത പോണ്ടിങ്. സ്ലാബിലൊക്കെയാണ് നമ്മൾ ഈ പോണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ സ്ലാബ് ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ചെറിയൊരു വരമ്പ് പോലെ ലൈറ്റ് മോട്ടർ വെച്ച് കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടി അങ്ങ് നിർത്തും. അപ്പോൾ നമുക്ക് ഡെയിലി പോയിട്ട് നനയ്ക്കേണ്ട ആവശ്യമില്ല. ആ വെള്ളം വറ്റിപ്പോകുന്നതനുസരിച്ച് നമ്മൾ ആ വെള്ളം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഹൊറിസോണ്ടൽ സർഫസ് ലൈക്ക് സ്ലാബ്സ് ഫ്ലോർസ് ആർ ക്യൂർഡ് ബൈ stagnating the water to a height of 25 to 50 mm by providing temporary small bund with mortar. അടുത്ത steam curing. In the manufacture of pre-fabricated concrete units, steam is passed over the units kept in closed chambers. It's accelerate curing process and result into reduction of curing period. അപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ചെയ്യുന്ന പ്രീ ഫാബ്രിക്കേറ്റഡ് കോൺക്രീറ്റ് ആണ്. അതായത് ഫാക്ടറി മാനുഫാക്ചർഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് പ്രൊഡക്ട്സ് ഉണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ സ്റ്റീം ക്യൂറിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കോൺക്രീറ്റ് യൂണിറ്റ്സിലേക്ക് പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ക്ലോസ്ഡ് ചേമ്പറിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മളതിനെ പാസ് ചെയ്യും. അത് വരുമ്പോഴത്തേക്കും ഈ ക്യൂറിങ് നമുക്ക് ആക്സലറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10-14 ദിവസം ക്യൂർ ചെയ്യേണ്ടത് നമുക്ക് 2-3 ദിവസം ഈ സ്റ്റീം ക്യൂറിങ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മതിയാവും. അടുത്ത ആപ്ലിക്കേഷൻ ഓഫ് ക്യൂറിങ് കോമ്പൗണ്ട്സ്. The compounds like calcium chloride may be applied on the curing surface. The compounds show affinity to the moisture and retain it on surface. It keeps the concrete surface wet for so long period. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കെമിക്കൽ കോമ്പൗണ്ട്സ്, കാൽഷ്യം ക്ലോറൈഡ് പോലത്തെ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് ക്യൂറിങ് സർഫസിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് നമുക്ക് നനച്ചു കൊടുക്കേണ്ട ആ സർഫസിൽ നമ്മൾ ഈ കാൽഷ്യം ക്ലോറൈഡ് അപ്ലൈ ചെയ്യും. ഈ കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മോയ്സ്ചർ കണ്ടൻറ്റ് കുറേ ഉണ്ടാവും, റീറ്റെയിൻ ചെയ്യും. അപ്പോൾ ആ സർഫസിൽ എപ്പോഴും മോയ്സ്ചർ കണ്ടൻറ്റ് കിട്ടുകയും ചെയ്യും. കോൺക്രീറ്റ് എപ്പോഴും വെറ്റായിട്ട് കുറേ നാളത്തേക്ക് തന്നെ നിൽക്കുകയും ചെയ്യും. ഇത്രയാണ് ക്യൂറിങ് സ്റ്റേജിൽ വരുന്നത്. ഇനി ഫൈനലി ലാസ്റ്റ് സ്റ്റേജാണ് ഫിനിഷിംഗ് ഓഫ് കോൺക്രീറ്റ്. Concrete that will be visible such as driveways, highways or courtyard often need finishing. അപ്പോൾ നമ്മൾ വിസിബിളായിട്ട് കാണുന്ന ഡ്രൈവിംഗ് വേ, ഹൈവേസ്, അവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കൊരു ഫിനിഷിംഗ് കൂടി ചെയ്യേണ്ടി വരും. സ്ലാബ്സ് ക്യാൻ ബി ഫിനിഷ്ഡ് ഇൻ മെനി വേസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻറ്റൻഡഡ് സർവീസ് യൂസ്. അപ്പോൾ സ്ലാബുകളൊക്കെ നമുക്ക് അതിൻ്റെ യൂസ് എന്താണോ അതിനനുസരിച്ച് പല രീതിയിൽ നമുക്കതിനെ ഫിനിഷ് ചെയ്തെടുക്കാം. ഓപ്ഷൻസ് ഇൻക്ലൂഡ്സ് വേരിയസ് കളേഴ്സ്, ടെക്സ്ചേഴ്സ് such as exposed aggregates or a patterned stamped surface. അപ്പോൾ നമുക്ക് കളറിലും പല ടെക്സ്ചറിലും ഒക്കെ നമുക്കിതിനെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സം സർഫസ് മേ റിക്വയർഡ് ഓൺലി സ്ട്രൈക്ക് ഓഫ് ആൻഡ് സ്ക്രീനിങ് ടു പ്രോപ്പർ കോണ്ടൂർ ആൻഡ് എലിവേഷൻ, വൈൽ ദ അതർ സർഫസസ് എ ഫ്ലോട്ടഡ് ഓർ എ ട്രവൽഡ് ഫിനിഷ് മേ ബി സ്പെസിഫിക്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ തട്ട് ചെയ്തേക്കുന്ന അവിടെയൊക്കെ ചെറിയ പ്രൊജക്ഷൻസും കോൺക്രീറ്റിൻ്റെ ബൾജിങ്ങും ഒക്കെ കാണും. അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്കതിനെ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് ഒന്ന് തട്ടി റെഡിയാക്കി എല്ലാം ഒരേ ലെവലിലാക്കിയാൽ മതിയായിരിക്കും. പക്ഷെ ചിലയിടത്ത് നമ്മളെന്ത് ചെയ്യും, ഒരു ട്രവൽഡ് ഫിനിഷ് സിമെൻറ്റ് മോട്ടറൊക്കെ വെച്ച് ഒന്ന് തേച്ച് റെഡിയാക്കി അതിനെ ഒന്ന് കളറൊക്കെ ചെയ്ത് റെഡിയാക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഫിനിഷിംഗ് ഓഫ് കോൺക്രീറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 2-ലെ ഫസ്റ്റ് ടോപ്പിക്കായിരുന്നു ഡിസ്കസ് ചെയ്ത് സ്റ്റേജസ് ഇൻ മാനുഫാക്ചറിങ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ അതിൻ്റെ അകത്ത് 7 സ്റ്റെപ്പ് വരുന്നുണ്ട്. അത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇത്രയും തന്നെ കണ്ടൻറ്റ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതൊക്കെ എസ്സേ ആയിട്ട് ചിലപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഒരു സ്റ്റെപ്പൊക്കെ എടുത്തിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് എസ്സേ പോലെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ വരുന്നത്. താങ്ക് യു.